മരണപ്പെട്ട് 16 ദിവസം വരെയുള്ള ബലിയിൽ പച്ചരിയും ബലിപ്പൂവും ഭസ്മവും ഉപയോഗിക്കുന്നു. 16 കഴിഞ്ഞുള്ള ഏതു തരത്തിലുള്ള ബലിയായാലും പച്ചരിക്ക് പകരം ചോറും ബലിപ്പൂവിന് പകരം പുഷ്പവും ഭസ്മത്തിന് പകരം ചന്ദനവും ഉപയോഗിക്കുന്നു. ക്രിയാരീതി വ്യത്യാസമില്ല. ബലിതർപ്പണത്തിന് ആവശ്യമായ സാധനങ്ങൾ: മരണപ്പെട്ട് 16 ദിവസം വരെയുള്ള ബലികർമ്മത്തിൽ ഭസ്മം ഉപയോഗിക്കുന്നു. 16 ദിവസം കഴിഞ്ഞ് കർമ്മത്തിൽ ചന്ദനം ഉപയോഗിക്കുന്നു. മരണപ്പെട്ട് 16 ദിവസം വരെയുള്ള കർമ്മത്തിൽ ബലിപ്പൂവ് ഉപയോഗിക്കുന്നു. 16 ദിവസം കഴിഞ്ഞ് പുഷ്പം ഉപയോഗിക്കുന്നു. മരണപ്പെട്ട് 16 ദിവസം വരെയുള്ള കർമ്മത്തിൽ പച്ചരി ഉപയോഗിക്കുന്നു. 16 ദിവസം കഴിഞ്ഞ് വേവിച്ച അരി ഉപയോഗിക്കുന്നു. എള്ള്, ചന്ദനത്തിരി, വാഴയില 2 എണ്ണം, വെള്ളമെടുക്കാൻ ചെറിയ പാത്രം. പവിത്രം: ദ്രാവിഡ രീതിയിൽ ഇത് നിർബന്ധമില്ല. പവിത്രം തയ്യാറാക്കുന്ന വിധം: ബലികർമ്മത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം: മരണപ്പെട്ട് 16 ദിവസം വരെ ചെയ്യുന്ന ക്രിയകളാണെങ്കിൽ അതിൽ പച്ചരിയും ഭസ്മവും ബലിപ്പൂവുമാണ് തർപ്പണദ്രവ്യമായി ഉപയോഗിക്കുന്നത്. എന്നാൽ 16 ദിവസം കഴിഞ്ഞുള്ള ഏതരത്തിലുള്ള ബലിയായാലും പച്ചരിക്ക് പകരം വേവിച്ച ചോറും ഭസ്മത്തിന് പകരം ചന്ദനവും ബലിപ്പൂവിന് പകരം പുഷ്പവും ഉപയോഗിക്കുന്നു. ഇതാണ് പ്രധാന ആത്മാവിനെ അല്ലെങ്കിൽ പൂർവികരെ സാന്നിധ്യമാക്കി സങ്കല്പിക്കാനുള്ള പ്രധാന ആൾരൂപം. പ്രധാന ആൾരൂപത്തിൽ ആത്മാവിനെ അല്ലെങ്കിൽ പൂർവികരെ സാന്നിധ്യമാക്കുമ്പോൾ പേര്, ജന്മനക്ഷത്രം, മരിച്ച നക്ഷത്രം അറിയാമെങ്കിൽ അത് മരണപ്പെട്ട വ്യക്തിയുടെ രൂപം വ്യക്തമായി ഭാവന ചെയ്യണം. ദ്രാവിഡ രീതിയിലുള്ള പൂർവികരുടെ കർമ്മമായാലും മൂർത്തിയുടെ കർമ്മമായാലും ചെയ്യുന്ന കർമ്മിയുടെ മനസ്സിന്റെ ഉറച്ച നിശ്ചയത്തിലാണ് മൂർത്തികൾ സാന്നിധ്യമാകുന്നത്. മുറിച്ച ഈ 2 ദർഭയിൽ ഒന്ന് മാതൃപരമ്പരയിലെയും മറ്റൊന്ന് പിതൃപരമ്പരയിലെയും പൂർവികരെ സാന്നിധ്യമാക്കുന്നു. ദർഭയിലുള്ള ആൾരൂപത്തിന് പകരം മഞ്ഞൾ കഷണം പിതൃക്കളെ സാന്നിധ്യമാക്കാനുള്ള ഉപാധിയായി സ്വീകരിക്കാറുണ്ട്. ഇത് ദ്രാവിഡാചാരത്തിലെ ഏറ്റവും പൂർവികമായ രീതിയാണ്. കുളിച്ച് തീർത്ഥത്തിനായി ജലമെടുത്ത് വരിക. തീർത്ഥം തളിച്ച് തർപ്പണം ചെയ്യേണ്ട സ്ഥലം ശുദ്ധമാക്കുക. ഇലയെടുത്ത് അതിൻ്റെ കടഭാഗം മുറിച്ച് തലങ്ങനെയും വിലങ്ങനെയും വച്ച് ബലിതർപ്പണത്തിനുള്ള പീഠം തയ്യാറാക്കുക. പീഠത്തിൽ തർപ്പണത്തിനുള്ള ഇല വയ്ക്കുക. മരണപ്പെട്ട് 16 ദിവസത്തിനുള്ളിലെ ബലിതർപ്പണമായതിനാൽ ഇവിടെ ഭസ്മമാണ് ഉപയോഗിക്കുന്നത്. 16 ദിവസം കഴിഞ്ഞാൽ ഭസ്മത്തിന് പകരം ചന്ദനം ഉപയോഗിക്കണം. ഇവിടെ ബലിപ്പൂവാണ് ഉപയോഗിക്കുന്നത്. 16 ദിവസം കഴിഞ്ഞുള്ള ബലിയാണെങ്കിൽ ബലിപ്പൂവിന് പകരം പുഷ്പം ഉപയോഗിക്കണം. മരണപ്പെട്ട് 16 ദിവസത്തിലെ ബലി ആയതിനാൽ ഇവിടെ പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. 16 കഴിഞ്ഞുള്ള ഏത് ബലിതർപ്പണമായാലും വേവിച്ച അരി അതായത് ചോറ് ഉപയോഗിക്കണം. ആത്മാവിനെ സാന്നിധ്യമാക്കാനുള്ള പ്രധാന ദർഭയിലുള്ള ആൾരൂപവും മാതൃപിതൃ പരമ്പരയിലെ പൂർവികരെ സാന്നിധ്യമാക്കാനുള്ള ദർഭയും ഇലയിൽ വയ്ക്കുക. വെള്ളം നിറച്ച പാത്രം അടച്ചു പിടിച്ച് ജലം പവിത്രമായി എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. ജലം കൈകളിലെടുത്ത് തിരിച്ച് ഒഴിക്കുക. ബലിപ്പൂവ്, ഭസ്മം, എള്ള്, തീർത്ഥം എന്നിവ കൂട്ടിയെടുത്ത് ഗണപതിയെ സങ്കല്പിച്ച് ബലിതർപ്പിക്കേണ്ട ഇലയിൽ ഗണപതിയുടെ സാന്നിധ്യം സങ്കല്പിക്കുക. ബലിപ്പൂവ്, ഭസ്മം, എള്ള്, തീർത്ഥം എന്നിവ കൂട്ടിച്ചേർത്ത് ഗണപതിയെ 3 പ്രാവശ്യം ആരാധിക്കുക. ചന്ദനത്തിരി കാണിച്ച് ആരാധിക്കുക. വിഘ്നങ്ങളെല്ലാം മാറണമെന്ന്
ഗണപതിയോട് പ്രാർത്ഥിക്കുക. എള്ളും പച്ചരിയും കൂട്ടിച്ചേർക്കുക. എള്ളും പച്ചരിയും കൂട്ടിച്ചേർത്തതിന് ശേഷം അതിനെ 4 ഭാഗിക്കുക. വേവിച്ച അരിയാണെങ്കിൽ 4 ഉരുളകൾ ആയി മാറ്റുക. പ്രധാന ആൾരൂപം കയ്യിലെടുത്ത് തീർത്ഥം കൊണ്ട് 3 പ്രാവശ്യം തടവി ശുദ്ധമാക്കുക. പ്രധാന ആൾരൂപത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബലികർമ്മം ചെയ്യാൻ പോകുന്ന ആത്മാവിൻ്റെ പേര്, നക്ഷത്രം, മരിച്ച നക്ഷത്രം അറിയാമെങ്കിൽ അത്, രൂപം എന്നിവ സങ്കല്പിച്ച് സാന്നിധ്യം ആൾരൂപത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് കൈകൾ മലർത്തി ഇലയിൽ വയ്ക്കുക. മാതൃപിതൃ പരമ്പരകളെ സാന്നിധ്യമാക്കാനുള്ള ദർഭ കയ്യിലെടുത്ത് തീർത്ഥം കൊണ്ട് 3 പ്രാവശ്യം തടവി ശുദ്ധമാക്കുക. 2 ദർഭയും 2 കൈകളിലായി പിടിച്ച് കൈകൾ വിലങ്ങനെ ചെവിലോട് ചേർത്ത് ദർഭ പിടിക്കുക. മാതൃപരമ്പരയിലെയും പിതൃപരമ്പരയിലെയും പൂർവികരുടെ സാന്നിധ്യം മനസ്സിൽ സങ്കല്പിക്കുക, ദൃഢപ്പെടുത്തുക. പൂവ്, ഭസ്മം, എള്ള്, തീർത്ഥം എന്നിവ കൂട്ടിച്ചേർത്ത് പൂർവികരെയും ആത്മാക്കളെയും ആരാധിക്കുക. ധൂപം കാണിച്ച് ആരാധിക്കുക. പൂർവികരെയും ആത്മാക്കളെയും നമസ്കരിക്കുക. 4 ഭാഗിച്ച ബലിച്ചോറിൻ്റെ പ്രധാന ഭാഗം കയ്യിൽ എടുക്കുക. നെഞ്ചോട് ചേർത്ത് പിടിച്ച് മരണപ്പെട്ട ആളിൻ്റെ നാമം, ജന്മനക്ഷത്രം, മരിച്ച നക്ഷത്രം അറിയാമെങ്കിൽ അത്, പൂർണ്ണരൂപം എന്നിവ ഭാവന ചെയ്ത് ബലിയൂട്ടുന്നതായി സങ്കല്പിക്കുക. ബലിച്ചോറ് പ്രധാന ആൾരൂപത്തിൽ കൈമലർത്തി സമർപ്പിക്കുക. ബലിച്ചോറിൻ്റെ 2ാം ഭാഗമെടുത്ത് മാതാവിൻ്റെ പരമ്പരയിലെ പൂർവികരെ സ്മരിച്ച് കൈമലർത്തി ദർഭയിൽ വച്ച് ബലിയൂട്ടുക. ബലിച്ചോറിൻ്റെ 3ാം ഭാഗമെടുത്ത് പിതാവിൻ്റെ പരമ്പരയിലെ പൂർവികരെ സ്മരിച്ച് കൈമലർത്തി ദർഭയിൽ വച്ച് ബലിയൂട്ടുക. നാലാമത്തെ ഭാഗം ബലിച്ചോറെടുത്ത് അറിവിൽപ്പെട്ടതും അറിവിൽപ്പെടാത്തതുമായ ദുർമരണം സംഭവിച്ചതുമായ കുടുംബത്തിലെ എല്ലാ ആത്മാക്കളെയും സങ്കല്പിച്ച് ദർഭയ്ക്ക് ചുറ്റുമായി 3 പ്രാവശ്യം തർപ്പണം ചെയ്ത് ബലിയൂട്ടുക. പുഷ്പം, ഭസ്മം, എള്ള്, തീർത്ഥം എന്നിവ കൊണ്ട് പൂർവികരെയും ആത്മാക്കളെയും 3 പ്രാവശ്യം ആരാധിക്കണം. 16 കഴിഞ്ഞുള്ള ബലിയാണെങ്കിൽ കർമ്മി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും നൂലെടുത്ത് സമർപ്പിച്ച് വസ്ത്രം സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുക. ഇതുപോലെ ഇഷ്ടദ്രവ്യങ്ങൾ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം. ധൂപം കാണിച്ച് ആരാധിക്കണം. ആത്മാക്കളോടും പൂർവികരോടും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം പറഞ്ഞ് ഒരിക്കൽ കൂടി നമസ്കരിക്കുക. ഇലയെടുത്ത് ബലിതർപ്പണ ദ്രവ്യത്തെ മൂടുക. ഇല നെടുകെ കീറി മടക്കി പ്രധാന ആൾരൂപം കയ്യിലെടുത്ത് പൂർവികരെയും ആത്മാക്കളെയും വിടുതൽ ചെയ്യുന്നതായി സങ്കല്പിച്ച് ദർഭയുടെ കെട്ടഴിച്ച് തീർത്ഥം കൊടുത്ത് ദർഭ ഇലയിൽ തിരികെ വച്ച് ഇല നിവർത്തി മൂടുക. പവിത്രമഴിച്ച് ഇലയിൽ വയ്ക്കുക.
തീർത്ഥപാത്രത്തിലെ വെള്ളം കളഞ്ഞ് പാത്രം കമഴ്ത്തുക. എഴുന്നേറ്റ് തലയ്ക്ക് മുകളിൽ കൈകൊട്ടി നിന്നുകൊണ്ട് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക. ബലിതർപ്പണ ഇലയെടുത്ത് തലയ്ക്ക് മുകളിൽ പിടിക്കുക. കടവിലാണ് തർപ്പണക്രിയ എങ്കിൽ കടവിലിറങ്ങി തിരിഞ്ഞു നിന്ന് ഇല വെള്ളത്തിലിട്ട് ജലജീവികൾക്ക് അന്നമായി നൽകുക. കടവിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് തർപ്പണ ഇല വച്ച് കാക്ക, പ്രാവ് എന്നിവ പോലുള്ള പക്ഷികൾക്ക് അന്നമായി നൽകുക. തിരികെ വന്ന് തീർത്ഥപാത്രം 3 കൊട്ട് കൊട്ടി മലർത്തിയെടുത്ത് ബലി അവസാനിപ്പിക്കുക.